കേരളത്തിലെ മുന്നണികൾ തലങ്ങും വിലങ്ങും കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ യു ഡി എഫിൻ്റെ കണക്കാണ് വളരെ കൂടുതലായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. യു ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യം കാണുന്നു എന്നുള്ള രീതിയിലാണ് ഈ ഒരു പ്രീപോൾ സർവേ ഫലം പോലും ലീക്കായിരിക്കുകയാണ്. അതുകൊണ്ടാണ് യു ഡി എഫ് ക്യാമ്പുകളിൽ വലിയ ആവേശം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായിരിക്കും? അല്ല, അവരുടെ മെയിൻ വിശ്വാസം ജിഹാദികളെല്ലാം വോട്ട് അവർക്ക് കിട്ടിയെന്നുള്ളതാണ്. തിരുവനന്തപുരത്തിൻ്റെ കണക്കൂട്ടൽ തന്നെ അവർ പറയാണ്, പൊരിഞ്ഞ പോരാട്ടം നേമത്ത് രാജീവ് ചന്ദ്രശേഖർ ജിയും ശിവൻകുട്ടി മിനിസ്റ്ററും നടത്തിയെങ്കിലും അവരുടെ കണക്കുകൂട്ടലുകൾ ശബരി ജയിക്കുമെന്നാണ്. എന്താണപ്പോൾ അതിൻ്റെ അർത്ഥം? മുസ്ലിം ഭൂരിപക്ഷമുള്ള മേഖല വെള്ളായണി, കാരയ്ക്കമണ്ഡപം, ഈഞ്ചയ്ക്കൽ, വള്ളക്കടവിൻ്റെ അപ്പുറത്തെ സൈഡ്, മാണിക്യവിളാകം, പൂന്തുറ, മണക്കാട്, കമലേശ്വരം, അമ്പലത്തറ എൻ ബ്ലോക്ക് യു ഡി എഫിലേക്ക് ചെല്ലുമെന്നാണ് അവരുടെ ധാരണയും കണക്കുകൂട്ടലും. അത് ചിലപ്പോൾ മിഥ്യാധാരണ ആയിക്കൂടുന്നില്ല. അതുകൊണ്ടാണ് കേന്ദ്രത്തിൽ നിന്ന് കെട്ടിയിറക്കുന്ന മുഖ്യമന്ത്രി വരുവാൻ പോകുന്നതും ഇവിടെ ഉള്ളവർ തമ്മിൽ കസേര കളികൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് പ്രതീക്ഷയുണ്ട്, ഉറപ്പായും യു ഡി എഫ് തന്നെ അധികാരത്തിൽ വരും. അതുകൊണ്ടിപ്പോൾ യു ഡി എഫ് അവരധികാരത്തിൽ വരുന്നതും കണക്കുകൂട്ടലുമല്ല പ്രശ്നം, മുഖ്യമന്ത്രി ആരാകും, അതാണ് ഇപ്പോഴത്തെ വടംവലി നടക്കുവാൻ പോകുന്നത്. അതേപോലെയാണ് മലപ്പുറത്ത് എന്തുകൊണ്ടും മതേതര വോട്ടുകളെന്ന് പറയുന്ന ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളുടെയും വോട്ടുകൾ മലപ്പുറത്ത് 16 അസംബ്ലി മണ്ഡലം ഉള്ളതിൽ 15ലും ലീഗ് ജയിക്കുമെന്ന് പറയുന്നത് അവർക്ക് വോട്ട് കിട്ടും. അതേപോലെ അവരുടെ വോട്ടെന്ന് പറയുന്നത് ജിഹാദി രാഷ്ട്രീയവും മതരാഷ്ട്രീയവും മതവാദികളെല്ലാം മുസ്ലിം ലീഗിനെ കൊടുക്കത്തുള്ളൂ. അപ്പോൾ അവിടെ തന്നെ ഏകദേശം 14 MLA യു ഡി എഫിനായിക്കഴിഞ്ഞു മുസ്ലിം ലീഗ്. മറ്റ് സ്ഥലങ്ങളിൽ കൂടി 10 വരുമ്പോൾ കാസർഗോഡെന്നും കോഴിക്കോടെന്നും 24 എങ്ങനെയായാലും മുസ്ലിം ലീഗിന് കിട്ടും. അപ്പോൾ ഈ കണക്ക് വച്ചാണ് അവരെ മുസ്ലിം ലീഗിനെ പിണക്കാത്തതും. എന്ത് വാദങ്ങൾ പറഞ്ഞാലും മുസ്ലിം ലീഗിനെയോ മതരാഷ്ട്രവാദത്തെയോ ജമാഅത്ത് ഇസ്ലാമിയെയോ കോൺഗ്രസിൻ്റെ ഒരാൾക്കാരും എതിർക്കുന്നില്ലല്ലോ. അത് യു ഡി എഫ് വരുമെന്ന് അവർക്കറിയാം. അവരുടെ കണക്കുകൂട്ടലുകൾ അങ്ങനെയാണ്. അവരുടെ റിപ്പോർട്ടുകൾ അവർക്ക് മതരാഷ്ട്രവാദത്തിൻ്റെ SDPIയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും മദനിയുടെയും എല്ലാം വോട്ട് ചെന്നു എന്ന് അവർക്ക് 100% ഉറപ്പായത് കൊണ്ടാണ് ഈ ദേശീയ നേതാക്കളെല്ലാം കേരളത്തിലേക്ക് തമ്പടിച്ച് വരുന്നതും CMൻ്റെ കോട്ട് തച്ചു വച്ചിരിക്കുന്നതും. പക്ഷേ ഇതെല്ലാം വിഭിന്നമായ ഉള്ള ഗതി ചേട്ടനൊന്ന് ആലോചിച്ച് നോക്ക്. ബൈ ചാൻസ് ഇതെല്ലാം തരണം മറിഞ്ഞ് പിണറായി തന്നെ 3ാമതും വരുന്നു. അല്ല എങ്കിൽ NDAയുടെ പ്രവർത്തനവും 6 പ്രാവശ്യം നരേന്ദ്രമോദി വന്ന് പാടുപെട്ടതുകൊണ്ട് ഒരു 10ൽ കൂടുതൽ 2 അക്ക സംഖ്യ BJPക്ക് കിട്ടിയാൽ ഒരു തൂക്കല്ലേ വരിക. അപ്പോൾ അതുകൊണ്ട് ഒരു വിഭാഗം ജനത വോട്ട് കൊടുത്തിട്ടുള്ളത് കേന്ദ്രത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ NDA ഗവൺമെൻറ് ഉണ്ട്. കേരളത്തിനകത്തും എന്തെങ്കിലും കേന്ദ്രത്തിൽ വികസന കാര്യങ്ങൾ നടക്കണമെങ്കിൽ കേന്ദ്രത്തിൻ്റെ സപ്പോർട്ട് ഫെഡറൽ സംവിധാനത്തിൽ വേണം. അതുകൊണ്ട് വീണ്ടും ഒന്നുകൂടി പിണറായി വന്നുകൂടാന്ന് ഇല്ല. ഇതിനെ രണ്ടിനെയും ധിക്കരിച്ചുകൊണ്ട് NDA മുന്നണിക്ക് ഒരു 12 സീറ്റ് കിട്ടിയാൽ തൂക്കുസഭ വന്നുകൂടുന്നുമില്ല. അത് പ്രബലമായ ഹിന്ദി ചാനലുകളും ചില രാഷ്ട്രീയ പാരമ്പര്യമുള്ള തഴക്കവും പഴക്കവുമുള്ള ഈ ABC തന്നെ ജയശങ്കർ വക്കീൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോൾ തൂക്ക് വന്ന് BJPയുടെ നേതൃത്വത്തിലൊരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിന് കുറച്ച് സാവകാശം ബഹുമാനപ്പെട്ട ഗവർണർ കൊടുക്കുകയാണ് എങ്കിൽ ഇവർക്ക് മറ്റുള്ളതിൽ നിന്നുള്ളവരെ കുറേശ്ശെ സ്വതന്ത്രം കൊണ്ടുവരുവാൻ അവസരം കൊടുത്താൽ ഇവർ രണ്ടുപേരുമല്ലാതെ NDAയുടെ നേതൃത്വത്തിൽ ഗവൺമെൻറ് വന്നുകൂടുന്നില്ല. ഇത് 4-ാം തീയതി വരെ 3-ാം തീയതി രാത്രി വരെ ഒരു ആശയ ഇതാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടിക്കാരെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്നു നീണ്ട. പക്ഷേ സർവേ ഫലങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് UDFന് ഒരു മേൽക്കൈ ഉണ്ട് എന്നുള്ള രീതിയിലാണ്. വലിയ തരംഗം
ഉണ്ടാകില്ല എന്തായാലും. അല്ല, യു ഡി എഫിന് ഉണ്ട് എന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. രണ്ടാം പിണറായി ഗവൺമെൻറ് വന്നപ്പോഴും യു ഡി എഫിനാണ്. അന്നും ഒരു ഈ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയ ദുരന്തവും കിറ്റ് കൊടുത്തതുമെല്ലാം നിർമ്മിത വെള്ളപ്പൊക്കമാണ് എന്നും കേന്ദ്രത്തിൻ്റെ ഫണ്ടുകളെല്ലാം ദുരുപയോഗം ചെയ്തു എന്നും പറഞ്ഞ് ഭരണവിരുദ്ധ വികാരവും അന്ന് യു ഡി എഫുകാർ പറഞ്ഞു. യു ഡി എഫിന് വേണ്ടി വാദിക്കുന്ന ചാനലുകൾ, പേരുകളൊന്നും എടുത്ത് പറയുവാൻ താല്പര്യമില്ല, ചാനലുകൾ പറഞ്ഞു യു ഡി എഫ് വരുമെന്ന്. പക്ഷേ ഫലം വിപരീതമായി. വീണ്ടും എൽ ഡി എഫ് അവർ പറഞ്ഞ മുദ്രാവാക്യം വീണ്ടും തുടരും വന്നു. അതുപോലെ ജനങ്ങളുടെ കയ്യിലിരിക്കുന്നു. ജനങ്ങൾക്ക് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനത ഒരു ഭരണവിരുദ്ധ വികാരം വോട്ട് പ്രയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ SIRൻ്റെ വോട്ട് നിരോധനവും വന്നിട്ടുണ്ട്. ഡബിൾ വോട്ടിംഗ്, ട്രിപ്പിൾ വോട്ടിംഗ്, 4 വോട്ടിംഗ് എല്ലാം നിർത്തലാക്കി. അതുകൊണ്ടാണ് BJPക്ക് ചില പ്രതീക്ഷ ഉള്ളത്. SIRയുടെ വോട്ട് കറക്റ്റ് വന്നിട്ടുണ്ട് എങ്കിൽ, ആ വോട്ട് വിനിയോഗിച്ച് ജനാധിപത്യ വ്യവസ്ഥയിൽ വിനിയോഗിച്ചിട്ടുണ്ട് എങ്കിൽ 12 കൂടുതൽ സീറ്റ് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന NDA നാഷണൽ ഡെമോക്രാറ്റ് അലയൻസിന് കേരളത്തിൽ കിട്ടും. അതിന് സുരേന്ദ്രൻ അവിടെ തടയിട്ടു. അവിടെ എത്ര മതരാഷ്ട്രവാദികളും ജിഹാദികളും വോട്ട് ചെയ്താലും ഇല്ല എങ്കിലും മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ ജയിക്കുമെന്ന് ബൂത്ത് ലെവലിരുന്ന ഇൻ ഏജൻറ്റ് ഔട്ട് ഏജൻറ്റ് കണക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അതുകൊണ്ടാണ് അവർ വിദേശത്ത് നിന്ന് വന്ന വോട്ടുകൾ 7:45 മുമ്പേ ചലഞ്ച് ചെയ്യിപ്പിച്ചത്. അനുജൻ്റെ വോട്ട് ചേട്ടന് ചെയ്യണം, ചേട്ടൻ്റെ വോട്ട് അനുജന് ചെയ്യണം, അളിയൻ്റെ വോട്ട് ചെയ്യണം, ബാപ്പാൻ്റെ വോട്ട് ചെയ്യണം. ഇതൊന്നും അവിടെ നടന്നിട്ടില്ല. കറക്റ്റ് പ്രൊസീഡിംഗ് ഓഫീസർമാർ ഐഡൻറ്റിറ്റി കാർഡ് നോക്കി ജനാധിപത്യം, അവിടെ കള്ള വോട്ട് നിരോധനം മഞ്ചേശ്വരത്ത് വന്നു. അതേപോലെ എല്ലാ മണ്ഡലങ്ങളിലും നടന്നു. തിരുവനന്തപുരം, തെക്കൻ ജില്ലകൾ ഇങ്ങോട്ടെടുത്ത് നോക്കുകയാണ് എങ്കിൽ ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷമുള്ള 2 മേജർ ജില്ല തിരുവനന്തപുരവും കൊല്ലവുമായിരുന്നു. തിരുവനന്തപുരത്ത് 13 MLA-മാർ. പക്ഷേ ഇവിടെ UDF മെജോറിറ്റി വരും. കേരളത്തിൽ UDF മെജോറിറ്റി വരുമെങ്കിൽ അത് മുസ്ലിം ലീഗിൻ്റെ പിന്തുണയും ജിഹാദ് രാഷ്ട്രീയവും പച്ച ഗവൺമെൻറ്റിന് വേണ്ടിയായിരിക്കും. ആ ഒരു പോക്കിലേക്ക് വരിക എന്നുള്ളത് സംശയാസ്പദമാണ്. കാരണം ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന യുവതി യുവാക്കൾ ഡെവലപ്മെൻറ്റ് നോട്ട് ചെയ്തിട്ടുണ്ട്. അത് പല ചർച്ചകളിലും പല രാഷ്ട്രീയ നിരീക്ഷകരും പത്രങ്ങളും പറഞ്ഞിട്ടുള്ള യുവജനങ്ങൾ ഇന്ന് 2 മുന്നണിയും എതിർത്ത് നിൽക്കുകയായിരുന്നു. ഇടത്തരം ഫാമിലിക്കാർ എല്ലാം ഇടതിനെയും വലതിനെയും UDF-നെയും പിന്തള്ളിക്കൊണ്ട് ഒരു NDA മുന്നണിക്ക് വോട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണ ജനജീവിതം മറ്റു രീതിയിൽ വിലക്കയറ്റവും പൊറുതിമുട്ടി തൊഴിലില്ലായ്മയും അതിദാരിദ്ര്യവും ആയി വരരുതെന്ന് കണ്ടുകൊണ്ട് ഒരു വരേണ്യവർഗത്തിൻ്റെ വോട്ടുകൾ ഇന്ന് NDAക്ക് അനുകൂലമായിട്ടുണ്ട്. പക്ഷേ കാലാകാലത്തിലുള്ള LDF മാറിയാൽ UDF മാറിയ LDF എന്നുള്ളത് ഇവിടെ ഒരു പ്രതിഭാസം മാറും എന്നുള്ളതാണ് പൊതുവിൽ രാഷ്ട്രീയ നിരീക്ഷകരും കേരളത്തിൻ്റെ ഈ ബഹുസ്വരത വിശ്വസിക്കുന്ന ജനങ്ങൾ വോട്ട് കൊടുത്തിട്ടുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.